ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ റിഗ്രഷൻ അനാലിസിസ് എന്നതിലെ ഫസ്റ്റ് പ്രോബ്ലമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൽ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. അതായത് നമുക്ക് 2 ഡാറ്റാസ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് 2 റിഗ്രഷൻ ഇക്വേഷൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സ് വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്, വൈ വാല്യൂ തന്നിട്ട്, വൈ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ് വാല്യൂ തന്നിട്ട്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു എസ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് അതിലെ ക്വസ്റ്റ്യൻ ലിസ്റ്റിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള എക്സ് ആൻഡ് വൈ ഡാറ്റകൾ നമ്മൾ അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ റിഗ്രഷൻ ഇക്വേഷൻസിൻ്റെ വ്യക്തമായൊരു ധാരണ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. 2 റിഗ്രഷൻ ഇക്വേഷൻസും എന്തൊക്കെ വേണം? ഇതാ എക്സ് മൈനസ് എക്സ് ബാറ്, ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാറ്, ദെൻ ബി എക്സ് വൈ കാണാനുള്ള എൻ സിഗ്മ എക്സ് വൈ, സിഗ്മ എക്സ് സിഗ്മ വൈ, എൻ സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അതുപോലെ വൈ ഓൺ എക്സ് കാണാനുള്ള വൈ മൈനസ് വൈ ബാറ്, ബി വൈ എക്സ്, എക്സ് മൈനസ് എക്സ് ബാറ്, ബി വൈ എക്സ് കാണാനുള്ള എൻ സിഗ്മ എക്സ് വൈ, സിഗ്മ എക്സ് സിഗ്മ വൈ, എൻ സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇത്രയും സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ ഉടനെ എന്താണോ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുക. ഇക്വേഷൻ എഴുതി വെച്ചപ്പോൾ നമുക്ക് ആവശ്യം മനസ്സിലായി കഴിഞ്ഞു എന്തൊക്കെ കണ്ടെത്തണം, എന്തൊക്കെ വേണം. സിഗ്മ എക്സ് വേണം, സിഗ്മ വൈ വേണം, സിഗ്മ എക്സ് സ്ക്വയർ വേണം, സിഗ്മ വൈ സ്ക്വയർ വേണം, സിഗ്മ എക്സ് വൈ വേണം, ദെൻ എക്സ് ബാർ കാണണം, വൈ ബാർ കാണണം. ഇത്രയും സംഭവങ്ങൾ നമുക്ക് വേണം, നമ്മൾ മനസ്സിലാക്കി. അത് പ്രകാരം നമ്മൾ ആദ്യം തന്നെ ഈ എക്സ് വൈ എന്ന ഡാറ്റ അതുപോലൊരു 2 കോളത്തിൽ എഴുതി കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ബാക്കി കോളംസ് ഫില്ല് ചെയ്യാണ്. ബാക്കി എന്തൊക്കെ വേണം? എക്സ് വൈ എഴുതി കഴിഞ്ഞാൽ എക്സ് വൈയും കൂടി ഈ പറയുന്ന 3ാമത്തെ കോളത്തിൽ ലാസ്റ്റ് എഴുതിയത് എഴുതുകയാണെങ്കിൽ മാക്സിമം നന്നാവും കേട്ടോ. അതായത് എക്സ് വൈ എഴുതുക. അപ്പോൾ നമുക്ക് നേരിട്ട് എക്സിനെയും വൈനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ എന്താ, അങ്ങനെ എഴുതാൻ വിട്ടുപോയാൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കണ്ടിട്ട് അറിയാണ്ട് 4 × 9 എഴുതി പോകാൻ ചാൻസ് ഉണ്ട്. സോ ശ്രദ്ധിച്ച് ചെയ്യാനോ കുഴപ്പമില്ല, അല്ല വെച്ചാൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ് വൈയും കഴിഞ്ഞ ഉടനെ എക്സ് വൈ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എക്സ് വൈ കണ്ടിട്ടുണ്ട്, നോക്കിയേ. എക്സും വൈയും ഗുണിക്കുന്നതാണ് ലാസ്റ്റ് കോളത്തിലേക്ക് നോക്കൂ. എക്സും വൈയും ഗുണിക്കുന്നത് 2 × 3 6, 3 × 5 15, 4 × 4 16, 5 × 8 40, 6 × 9 54. അത് കണ്ടു. ഇനി എക്സ് സ്ക്വയറും കാണാം, വൈ സ്ക്വയറും കാണാം. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കാണാൻ റിസ്ക് ഇല്ലല്ലോ, ഇല്ല. ശേഷം എല്ലാത്തിനെയും ടോട്ടൽ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടിയിലേക്ക് നോക്കുക. എക്സ് ഏറ്റവും താഴെയുള്ളതിന് ഞങ്ങൾ സിഗ്മ എക്സ് എന്ന് പറയും, വൈയുടെ താഴെയുള്ളതിന് സിഗ്മ വൈ എന്ന് പറയും, എക്സ് സ്ക്വയറിൻ്റെ താഴെയുള്ളതിന് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയും, വൈ സ്ക്വയറിൻ്റെ താഴെയുള്ളതിന് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയും, എക്സ് വൈയുടെ താഴെയുള്ളതിന് സിഗ്മ എക്സ് വൈ എന്നും പറയും. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ആരെയാണ്? വൈ ബാർ ആണ്. വൈ ബാർ എന്ന് പറഞ്ഞാൽ മീനാണ് അല്ലേ? ഓക്കെ, ആവറേജ് ആണ്. സിഗ്മ വൈ ബാർ എങ്ങനെ കണ്ടുപിടിക്കും? വൈയുടെ ടോട്ടൽ ബൈ വൈയുടെ എണ്ണം. അപ്പോൾ വൈ ബാർ ആയി. എക്സിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ എണ്ണം, എക്സ് ബാർ ആയി. ഓക്കെ, എന്താ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്? വൈ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ ഇതിൽ എത്ര നോക്കിയേ? 29. സിഗ്മ എക്സ് എത്രയാണ്? 20. ഓക്കെ, അപ്പോൾ 29 20 കിട്ടി. എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4 5 എണ്ണം. 6 വരെ ഉണ്ട്, പക്ഷെ ഒന്നില്ല, അതുകൊണ്ട് 5 എണ്ണം. അപ്പോൾ നമ്മൾ എക്സ് ബാറും കണ്ടു, വൈ ബാറും കണ്ടു, ബാക്കി എല്ലാ സിഗ്മകളും കണ്ടെത്തി. ചില സമയത്ത് ഇതൊക്കെ നേരിട്ട് ഫസ്റ്റ് കോറിലേഷൻ ചെയ്തില്ല, അതുപോലെ എല്ലാം നേരിട്ട് തന്നിട്ടും പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ആദ്യം എക്സ് ഓൺ വൈ ചെയ്യാം കേട്ടോ. ഈ ബാധിക്കുന്നു ഇപ്പോൾ എക്സ് ഓൺ വൈ ചെയ്യാം. അതാ എക്സ് ഓൺ വൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വൈ ഓൺ എക്സ് ചെയ്യാം. വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതി കൊടുക്കുക. വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൈ കണ്ടുപിടിക്കണേ എക്സിനെ വെച്ചിട്ട്. അപ്പോൾ വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ വൈ മൈനസ് വൈ ബാർ എന്നാവും, സമത്തിൻ്റെ അപ്പുറത്തുണ്ടായിരിക്കാം. അപ്പോൾ വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ്. കണ്ടെത്താനുള്ളത് ബി വൈ ആണല്ലോ, അതുകൊണ്ട് വൈ ആദ്യം എഴുതി. ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ അത് എഴുതി കൊടുത്തു. നല്ല ടഫാണ്, നല്ല ശ്രദ്ധിച്ച് ഇക്വേഷൻ എഴുതി പഠിച്ച് പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതിൽ നമുക്ക് അറിയാനുള്ളത് വൈ ബാർ നമ്മൾ കണ്ടെത്തി, എക്സ് ബാർ നമ്മൾ കണ്ടെത്തി, പിന്നെ എക്സും വൈ ആണല്ലോ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം? ബി വൈ എക്സ് നമുക്ക് അറിയില്ല. അപ്പോൾ ബി വൈ എക്സ് കാണാനുള്ള സമവാക്യം അവിടെ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചെഴുതുക. മുകളിലുള്ളത് ബി എക്സ് വൈയും ബി വൈ എക്സിനൊക്കെ ഒരേപോലെയാണ്, കോറിലേഷൻ ഉള്ള പോലെ. താഴെയാണ് ശ്രദ്ധിക്കേണ്ടത് ബി വൈ എക്സ്. അപ്പോൾ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ എക്സിൻ്റെ ബന്ധുക്കളെയാണ് എഴുതേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തൊക്കെ എഴുതണം? എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. എൻ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ വരുള്ളൂ കേട്ടോ. അങ്ങനെ ബി വൈ എക്സ് നമ്മൾ കാണാൻ പോവുകയാണ്. എൻ എത്രയാണ്? 5 ആണ്. സിഗ്മ എക്സ് വൈ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് 131 മൈനസ് സിഗ്മ എക്സിൻ്റെ ടോട്ടൽ 20 ആണ്. സിഗ്മ വൈയുടെ ടോട്ടൽ സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ 29 ആണ്. ഇനിയാണ് മാറിപ്പോലെ. എൻ എത്രയാണ്? 5 ആണ്. നിങ്ങൾ വിരൽ വെച്ച് വേണം എഴുതുക കേട്ടോ. നോക്കിയാൽ ആദ്യത്തെ ഇക്വേഷനിൽ എന്തൊക്കെ ഫില്ല് ചെയ്യാണ്ടോ അതൊക്കെ ഫില്ല് ചെയ്യുക. എൻ 5 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ നിങ്ങൾ ചെയ്ത ബോക്സിലേക്ക് നോക്കുക. സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 90 ആണ്. അറിയാതെ 20 എഴുതരുത്.
സിഗ്മ എക്സ് സ്ക്വയർ 90 ആണ്. ഇനി അതിൻ്റെ മുകളിൽ സ്ക്വയർ ഇടാനും പാടില്ല. ഓക്കെ, മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞത് 20 അതിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, സിഗ്മ എക്സ് 20 അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിട്ടു. ഈ താഴെ പിന്നെ അതിൻ്റെ ക്രിയകൾ മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനെ ചെയ്തു പോകും. അതായത് മുകളിൽ 655 മൈനസ് 580 കിട്ടി, ഡിവൈഡർ ബൈ 450 മൈനസ് 400. മിസ് ഇപ്പോൾ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുക കേട്ടോ, കാൽക്കുലേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ഏതായാലും ഓർഡർ മിസ്റ്റേക്ക് ഇല്ലാണ്ട് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് നമുക്ക് 75/50 കിട്ടും. ലാസ്റ്റ് 1.5 ആണ് നമുക്ക് BYX കിട്ടിയത്. നമുക്കിവിടെ ആവശ്യം BYX മാത്രമല്ലല്ലോ, Y മൈനസ് Y ബാർ അല്ലേ കാണേണ്ടത്. ഇനി അങ്ങനെ നമ്മൾ കിട്ടിയ BYX പ്രകാരം നമ്മൾ എന്ത് കാണുകയാണ്? Y മൈനസ് Y ബാർ കാണുക. ശ്രദ്ധിച്ച് ചെയ്യുക. Y മൈനസ് Y ബാർ എങ്ങനെ കാണുക വെച്ചാൽ കിട്ടിയ സംഖ്യകളെല്ലാം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. Y മൈനസ് Y നമ്മളെ കയ്യിലില്ല, Y ബാർ ഉണ്ട്, അത് ഇട്ട് കൊടുത്തു. ഈസ് ഈക്വൽ ടു BYX കണ്ടെത്തിയിട്ടുണ്ട് 1.5 ഇൻറ്റു എക്സ് മൈനസ് 4. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് ബാർ കണ്ടെത്തിയതാണ്. അപ്പോൾ അത് Y ബാർ കണ്ടെത്തിയത് 5.8 എഴുതി, പിന്നെ എക്സ് ബാർ കണ്ടെത്തിയ 4 എഴുതി, BYX കണ്ടെത്തിയ 1.5 ഒക്കെ നിരത്തി എഴുതി. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശരത്തിനെ ഒരിടത്ത് നിർത്തിയിട്ട് സംഖ്യകളൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അതിന് മുമ്പ് നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് ഒഴിവാക്കണം. ബ്രാക്കറ്റ് ഒഴിവാക്കുക മീൻസ് 1.5 കഴിഞ്ഞ ഉടനെ ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 ആളുകളുണ്ട്. ആ 1.5ന് ഈ പറയുന്ന ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ആളുകളുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്, 2 ആൾക്കും കണക്ഷൻ ഉണ്ട്. അപ്പോൾ 1.5 ഇൻറ്റു എക്സ് മൈനസ് 1.5 ഇൻറ്റു 4. അപ്പോൾ 1.5 എക്സ് പറഞ്ഞാൽ 1.5x മൈനസ് 1.5 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൻസർ നമുക്ക് കിട്ടുന്നത് 6 ആണ് കേട്ടോ. അപ്പോൾ അത്രയും ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വൈനെ മാത്രം ഇവിടെ നിർത്തുക. വൈയെ മാത്രം ഇവിടെ നിർത്തുമ്പോൾ വൈയോട് ചേർന്ന് നിൽക്കുന്ന -5.8 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഓൾറെഡി അവിടെയുള്ള 1.5x മൈനസ് 6 അവിടെ നിർത്തിയതിന് ശേഷമേ ഈ സംഖ്യ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഈ സമത്തിൻ്റെ അപ്പുറത്തുള്ള -5.2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആയി മാറി, +5.2 മാറി. ഓക്കെ, സമത്തിൻ്റെ ഇപ്പുറത്ത് മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും, ഇൻറ്റു പോകുമ്പം ഡിവിഷൻ ആവും, ഡിവിഷൻ പോകുമ്പോൾ ഇൻറ്റു ആവും, റൂട്ട് പോകുമ്പോൾ സ്ക്വയർ ആവും, സ്ക്വയർ പോകുമ്പോൾ റൂട്ട് ആവും. ഇതൊക്കെ മാത്സിൻ്റെ റൂൾ നമുക്കറിയാം. ഓക്കെ, y ഈസ് ഈക്വൽ ടു 1.5x മൈനസ് ഈ പറയുന്ന വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചു. ഓക്കെ, വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ചപ്പോൾ എത്ര കിട്ടി? നമുക്ക് -0.2 കിട്ടി. അത് നേരെ അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇനി അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, കാരണം 1.5ൻ്റെ കൂടെ ഒരു എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ രണ്ടുമായിട്ട് നേരെ ക്രിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ y ഈസ് ഈക്വൽ ടു 1.5x മൈനസ് 2 എന്ന് നമുക്ക് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ x(1y) ചെയ്യാലോ. x(1y) ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടെത്തണം? എക്സ് കണ്ടെത്തണം. എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു BXY ഇൻറ്റു Y മൈനസ് Y ബാർ. ഓക്കെ, സെറ്റ്. അതെഴുതി. BXY എന്ന് പറഞ്ഞാൽ എന്താണ്? n സിഗ്മ XY മൈനസ് സിഗ്മ X സിഗ്മ Y ഡിവൈഡഡ് ബൈ XY ആണ്. എക്സ് കണ്ടെത്തണം. അപ്പോൾ വൈയുടെ ഡാറ്റ എഴുതുക. ഓക്കെ, സ്വാഭാവികമായിട്ട് തന്ന ഡാറ്റകളെല്ലാം അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? 0.5x കിട്ടും. ശ്രദ്ധിക്കണം സ്ക്വയർ എടുക്കുമ്പോൾ. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? എക്സ് മൈനസ് എക്സ് ബാർ എന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എത്രയായിരുന്നു? 4, Y ബാർ എത്രയാണ്? 5.8. ഓക്കെ, 0.56 ആണ് BXY ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ കൊടുത്തു. സമത്തിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന -4നെ അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോയി, +4 മാറി. 0.56നോട് Y ചേർത്തു, അതേപോലെ 0.56നോട് -5.8 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതൊക്കെ ചെയ്ത് എക്സ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് കിട്ടിയത് എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 0.56y പ്ലസ് 0.75 എന്ന് കിട്ടി. അപ്പം നമ്മൾ x(1y)യും കണ്ടു, y(x)ഉം കണ്ടു. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ x(1y)യും y(x)ഉം കണ്ടതിന് ശേഷം നമ്മളോട് 2 ക്വസ്റ്റ്യൻ അധികം ചോദിച്ചിട്ടുണ്ട്. എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് y ഈസ് ഈക്വൽ ടു 15. എക്സ് കാണണം y 15 ആകുമ്പോൾ. അപ്പോൾ y 15 ആകുമ്പോൾ എക്സ് കാണണം. ഓക്കെ, അതേപോലെ y കാണണം എക്സ് 10 ആകുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഇക്വേഷൻ എഴുതുക. അപ്പോൾ അതിലേക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് കാണണം. എക്സ് കാണണമെങ്കിൽ ഏത് ഇക്വേഷൻ എടുക്കുക? x(y) എടുക്കുക. ഓക്കെ, y കാണണമെങ്കിൽ ഏത് ഇക്വേഷൻ എടുക്കുക? y(x) എടുക്കുക. എന്താ നമ്മളോട് പറഞ്ഞത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് കാണണം. y ഈസ് ഈക്വൽ ടു 15. y 15 ആണെങ്കിൽ എക്സ് കാണണം. അപ്പോൾ ഈ x(1y) എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടെത്തിയ ഒരു ഇക്വേഷൻ ഇല്ലേ, അത് എടുക്കുക. അതിൽ y 15 ആകുമ്പോൾ എക്സ് കാണണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ആ y എന്നുള്ളടത്ത് സംഖ്യ ഇട്ട് കൊടുക്കുക. 15 ഇട്ട് കൊടുക്കുക. എന്താ? 0.56 ഇൻറ്റു 15 കണ്ടു ഇട്ട് കൊടുത്തിട്ട് പ്ലസ് ബാക്കി എല്ലാം അതേപോലെ കൊടുക്കുക. നമ്മൾ പുതിയ ഇക്വേഷനിൽ ഈസ് ഈക്വൽ ടു എക്സ് എങ്ങനെ വരും? 9.14. അപ്പോൾ എക്സ് നമ്മൾ കണ്ടെത്തി y 15 ആയപ്പോൾ. ഓക്കെ, ആ ഇക്വേഷനിൽ ആ വൈയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ y കണ്ടെത്തണം. അപ്പോൾ
എന്ത് ചെയ്യണം, y ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എക്സ് തന്നെ വിലയിടാനുള്ള സ്പേസ് അവിടെ ഉണ്ടാകും. ഓക്കെ, എക്സ് ഉണ്ടായിരിക്കും. 1.5x മൈനസ് 0.2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ഇടാൻ പറ്റിയതാ, y ഈക്വൽ ടു 1.5 ഇൻറ്റു എക്സിലോടുത്ത് 10 കൊടുക്കുക. എക്സ് 10ആണല്ലോ തന്നിട്ടുള്ളത്. സംഖ്യ ചെയ്തു. ലാസ്റ്റ് y ഈക്വൽ ടു 14.8 എന്ന ആൻസർ നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും ഇക്വേഷന് കാണാനും പറയും. ലാസ്റ്റ് ഒരു സംഖ്യ തന്നിട്ട് തിരിച്ചും മറിച്ചും നമ്മളോട് ചെയ്യാനും പറയും. ഓക്കെ, അപ്പോൾ നന്നായിട്ടിത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. മാക്സിമം ഈ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ നോക്കുക. എക്സ് ഓൺ വൈയുടെയും വൈ ഓൺ എക്സിൻ്റെയും ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യനായിട്ട് 6 മാർക്കോ അല്ലെങ്കിൽ വലിയ മാർക്ക് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ചില സമയത്ത് റിഗ്രഷൻ കോയഫിഷ്യൻ്റ് മാത്രം കാണാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് മാത്രം കണ്ടാൽ മതി, BXYയും BYXും കണ്ടാൽ മതി. ചിലതിൻ്റെ പറയാം എക്സ് ഓൺ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കാണാൻ പറയാം, അങ്ങനെ ചെയ്താൽ മതി. അല്ല ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മുഴുവനായിട്ടും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രോബ്ലം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. ദി ഫോളോയിങ് ഡീറ്റെയിൽസ് വേർ ഒബ്റ്റെയിൻഡ് ഫോർ എ ബൈവാരിയേറ്റ് ഡാറ്റ വിത്ത് 10 ഒബ്സർവേഷൻസ്. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 150, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 200, ദെൻ BXY ഇസ് ഈക്വൽ ടു 0.95. കാൽക്കുലേറ്റ് റിഗ്രഷൻ ഇക്വേഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ. ഒരെണ്ണം മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള ഡാറ്റാസ് തന്നിട്ടുമുണ്ട്. ഒരെണ്ണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിനുള്ള ഡാറ്റാസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ വൈ തന്നിട്ടുണ്ട്, BXY തന്നിട്ടുണ്ട്, 10 ഒബ്സർവേഷൻസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിവിടെ എണ്ണൊക്കെ കറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് റിഗ്രഷൻ ഇക്വേഷൻ എന്താ കാണാൻ പറഞ്ഞത്, എക്സ് ഓൺ വൈ ആണ് കാണാൻ പറഞ്ഞത്. ഇങ്ങനെയും നമുക്ക് 6 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഒരെണ്ണം മാത്രം. അപ്പോൾ എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്, എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു BXY ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, സെറ്റ്. അങ്ങനെ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു BXY ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, BXY ഇൻറ്റു വൈ മൈനസ് വൈ ബാർ അവിടെ കൊടുത്തു. ഇനി എക്സ് ബാർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, വൈ ബാറും കണ്ടുപിടിക്കണം, BXYയും കണ്ടുപിടിക്കണം. ഓക്കെ, ഒക്കെ വേണ്ട, BXY നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ബാറും വൈ ബാറും മാത്രമേ ഇവിടെ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. എക്സ് ബാർ കാണാൻ നമുക്ക് സിഗ്മ എക്സ് തന്നിട്ടുണ്ട് ഇല്ലേ, സിഗ്മ എസ് എത്രയാണ്, 150 തന്നിട്ടുണ്ട്. ഇതാ ക്വസ്റ്റ്യനിലെ എന്നെ നമ്മളോട് 10 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് കാണാമല്ലോ. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് 15. ദെൻ സിഗ്മ വൈ ബാർ നമുക്ക് കാണാം, സിഗ്മ വൈ ബൈ n ദാറ്റ് ഈസ് ഇക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഇക്വൽ ടു 20. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ എക്സ് ബാറും വൈ ബാറും നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് കണ്ടാൽ മതി, റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ കണ്ടാൽ മതി. എക്സ് ഓൺ വൈ എങ്ങനെ കാണാം, എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു BXY ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. ഇക്വേഷനിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. എക്സ് മൈനസ് എക്സ് ബാർ 15 കൊടുത്തു. ദെൻ BXY 0.95 കൊടുത്തു. വൈ മൈനസ് വൈ ബാറിൽ വൈ മൈനസ് 20 കൊടുത്തു. അങ്ങനെ നമ്മൾ കൊടുത്ത സമയത്ത് എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ഈ പറയുന്നതിൻ്റെ അകത്തുള്ള ആര് 0.95 ഇൻറ്റു വൈ, ദെൻ 0.95 ഇൻറ്റു 20 ഉണ്ട്. അത് അപ്പോൾ നമുക്ക് 19 കിട്ടും കേട്ടോ. ഓക്കെ, അത്രയും നമ്മൾ കൊടുത്തതിന് ശേഷം എക്സിനെ അവിടെ നിർത്തിയിട്ട് ആരെപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്, ആ 15 പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് എക്സ് ആണല്ലോ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0.95 വൈ മൈനസ് 19 പ്ലസ് 15. അതായത് അപ്പുറത്ത് മൈനസ് ആയിരുന്ന 5നെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്തായി മാറി, പ്ലസ് ആയി മാറി. മാത്രമല്ല ഈ സമത്തിൻ്റെ അപ്പുറത്തുള്ള എല്ലാവരെയും എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സമത്തിൻ്റെ അപ്പുറത്തുള്ള ആളങ്ങോട്ട് കൊണ്ടുവന്നത് ഇടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ n10 തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് തന്നതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളത് ആ പ്രോബ്ലം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, 0.95 വൈ മൈനസ് 34 എന്ന ഇക്വേഷനിലേക്ക് കൺക്ലൂഡ് ചെയ്തു. ചെറിയൊരു ക്വസ്റ്റ്യനാണിത്. ഓൾറെഡി എല്ലാ ഡാറ്റകളും തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു 2 രീതിക്ക് നമുക്ക് വരാം. എല്ലാ ഡാറ്റകളും തന്നിട്ട് ചെയ്യാം, അല്ലാണ്ട് എക്സും വൈയും വെച്ചിട്ടുള്ളതും ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഈ റിഗ്രഷൻ്റെ ചാപ്റ്ററിൽ നിന്നും നമ്മളോട് റിഗ്രഷൻ കോയഫിഷ്യൻ്റ് കാണുന്ന വിധം മിസ് പറഞ്ഞായിരുന്നു. റിഗ്രഷൻ കോയഫിഷ്യൻ്റ് പറഞ്ഞാൽ എന്താ, BXYയും BYXനെയാണ് റിഗ്രഷൻ കോയഫിഷ്യൻ്റ് എന്ന് പറയുക. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ എന്ത് ചോദിക്കും, കോറിലേഷൻ കോയഫിഷ്യൻ്റ് ചോദിക്കും. എങ്ങനെയാണ്, റിഗ്രഷൻ ചാപ്റ്ററിൽ നിന്നും കോറിലേഷൻ കോയഫിഷ്യൻ്റ് നമ്മളോട് ചോദിച്ചാൽ, കോറിലേഷൻ കോയഫിഷ്യൻ്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്, 6 ആണ്. ചോദിച്ചാൽ ആ 2 റിഗ്രഷൻ കോയഫിഷ്യൻ്റുകളെയും അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി റൂട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട്. കണ്ടുവാ,
√bxy ഇൻറ്റു √byx ആണ്. അപ്പോൾ വെറുതെ പോയിട്ട് കാൽക്കുലേഷൻ്റെ അതൊന്നും കാണാൻ നിൽക്കണ്ട. റിഗ്രഷൻ ചാപ്റ്ററിലെ റിഗ്രഷൻ കണ്ടൻറ്റിൽ നിന്നും നമ്മളോട് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് രണ്ടും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. നോക്കിയ ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഒബ്റ്റെയിൻഡ് ഇൻ ആൻഡ് അനാലിസിസ് ആർ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അനാലിസിസ് ആർ എന്ന് പറഞ്ഞ് 2 മാർക്കിനുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. BXY തന്നിട്ടുണ്ട്, BYX രണ്ടും ഡയറക്റ്റ് തന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ പറഞ്ഞു. നോർമലി കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ കാൽക്കുലേഷനൊക്കെ നമ്മൾ വലിയ ഇക്വേഷനല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്നും വേണ്ട. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് പറഞ്ഞാൽ BXYയും BYXും അത് തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, തമ്മിൽ റൂട്ടിൻ്റെ ഉള്ളിലിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇതാ കണ്ടോ, √bxy ഇൻറ്റു √byx രണ്ട് തന്ന വാല്യൂസും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ടിൻ്റെ ഉള്ളിൽ റൂട്ട് വാല്യൂ കണ്ടു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടാവും. ചില എസ്സേ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തുണ്ടാവും, 2 ഇക്വേഷൻസും കാണാൻ പറയും. അതേപോലെ തന്നെ എക്സ് എത്രയായാൽ വൈ എത്ര, വൈ എത്രയായാൽ എക്സ് എത്ര എന്ന് പറഞ്ഞതിൻ്റെ പുറമേ ഒരു ക്വസ്റ്റ്യനും കൂടി കണ്ടുവരാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, ഏത്, നമ്മളോട് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ പറയുന്നതാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ റീസെൻ്റായിട്ട് കണ്ടുവരികയാണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അരിത്തമെറ്റിക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഓക്കെ, അരിത്തമെറ്റിക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അത് തന്നിട്ട് നമുക്ക് എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അരിത്തമെറ്റിക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, BXYയും BYXും കാണാനാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്, നമ്മുടെ മുമ്പിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 6 തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള σxഉം σyയും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് BXY കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, എന്താണ് ക്വസ്റ്റ്യൻ, യു ആർ ഗിവൺ ദി ഫോളോയിങ് ഡാറ്റ. അരിത്തമെറ്റിക് മീനും തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എത്ര തന്നിട്ടുണ്ട്, 0.66. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എക്സ് ബാർ തന്നിട്ടുണ്ട്, വൈ ബാർ തന്നിട്ടുണ്ട്. ദെൻ σx തന്നിട്ടുണ്ട്, σy തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്. 6, അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും തന്നിട്ടുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ BXYയും BYXും മൾട്ടിപ്ലൈ ചെയ്തതാണ്. അത് 0.66 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദി 2 റിഗ്രഷൻ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ 2 റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെ കാണണം എന്നാ. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷനിൽ ഒന്നും വ്യത്യാസമില്ല. എന്തിലേ വ്യത്യാസമുള്ളൂ, BXY കാണുന്നതിലും BYX കാണുന്നതിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ യൂസ് ചെയ്യില്ല ഈ ഇക്വേഷൻ. വെറുതെ σxy എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യില്ല. കാരണം നമുക്ക് ഡാറ്റ അല്ല തന്നിട്ടുള്ളത്, കറക്റ്റ് വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ തന്നിട്ടുണ്ട്, σxഉം σyയും 6ഉം എക്സ് ബാറൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, 2 റിഗ്രഷൻ ഇക്വേഷനാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. BXY കാണൽ എങ്ങനെയാണ്, r ഇൻറ്റു σx/σy. BYX എങ്ങനെ കാണൽ, r ഇൻറ്റു σy/σx. ഓക്കെ, അതൊക്കെ സെറ്റ്. ഇനി എക്സ് ബാർ തന്നിട്ടുണ്ട് 36, വൈ ബാർ തന്നിട്ടുണ്ട് 85, σx തന്നിട്ടുണ്ട് 11, σy തന്നിട്ടുണ്ട് 8, r തന്നിട്ടുണ്ട് 0.66. ഇത്രയും തന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം BYX കാണാം. BYX എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, r ഇൻറ്റു σy/σx ആണ്. BYX പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ y ആണ് മുകളിൽ വേണ്ടത്, കണ്ടുപിടിക്കേണ്ട ആളാണ് മുകളിൽ വരിക. ഓക്കെ, r ഇൻറ്റു σy/σx ആണ്. ആയിക്കോട്ടെ, അപ്പോൾ σy എത്രയാണ്, 8 ആണ്, എഴുതി കൊടുത്തു. y 11. ഓക്കെ, ക്ലിയർ അല്ലേ. r എത്ര, 0.66 ആണ്. അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കറക്റ്റ്. അടുത്തത് BXY ആണ്. BXY പറയുമ്പോൾ ആ എക്സ് കണ്ടെത്തേണ്ടത് σx, r ഇൻറ്റു σxy/σy. ചെറിയൊരു തിരുത്തലുണ്ട്, ഞാനത് ക്ലിയർ ചെയ്തതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, കറക്റ്റ് കൊടുത്തു, r എത്ര, 0.66 ഇൻറ്റു എന്താണ് σx എന്ന് പറഞ്ഞാൽ 11 ഡിവൈഡഡ് ബൈ 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 91. അപ്പോൾ നമുക്ക് BXYയും കിട്ടി, BYXും കിട്ടി. ഇനി റിഗ്രഷൻ ഇക്വേഷൻ കാണാൻ പണിയുണ്ടോ, ഇല്ല. കാരണം x(y) എന്ന് പറഞ്ഞാൽ എന്താ, x മൈനസ് എക്സ് ബാർ നമുക്കറിയാലോ. ഈസ് ഈക്വൽ ടു BXY കണ്ടെത്തിയല്ലോ. y മൈനസ് വൈ ബാറും അറിയാലോ, y ബാർ അറിയാലോ. നോക്കിയേ, എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 36, എക്സ് ബാർ എത്രയാണ്, 36 ഈസ് ഈക്വൽ ടു BXY 0.91 എഴുതി, y മൈനസ് വൈ ബാർ എത്രയാണ്, 85 കൊടുത്തു. എക്സ് ഈസ് ഈക്വൽ ടു, ലാസ്റ്റ് ആൻസർ നമുക്ക് വട്ടം തിരിഞ്ഞ് എങ്ങനെ വന്നു, 0.91, y മൈനസ് 41.35 എന്ന് നമുക്ക് കിട്ടും.
ഇതേപോലെ വൈ ഓൺ എക്സ് നമുക്ക് കാണാം. വൈ ഓൺ എക്സ് കാണുമ്പോൾ y മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ്. നമുക്ക് എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. അത് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കോറിലേഷൻ, അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 6 വാല്യൂ തന്നിട്ടും അതേപോലെ സിഗ്മ തന്നിട്ടും എക്സ് ബാർ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് മെത്തേഡിലുള്ളതാണെന്ന് പറയാം. അത് അങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇനി നിങ്ങൾ പ്രോബ്ലമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ഇക്വേഷൻസ് ഒക്കെ പ്രകാരം നമ്മൾ പറഞ്ഞു 2 രീതിയിൽ നമ്മൾ റിഗ്രഷൻ്റെ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റിഗ്രഷൻ്റെ ഭാഗത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റിഗ്രഷൻ എക്സ് ഓൺ വൈ നോക്കുക, വൈ ഓൺ എക്സ് ഇക്വേഷൻസ് ചോദിക്കും. അതേപോലെ തന്നെ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ചോദിക്കും. അപ്പോൾ ബി എക്സ് വൈയോ ബി വൈ എക്സോ ചോദിക്കുക. ഇതിന് ചില സമയത്ത് ഇക്വേഷൻസും ചോദിക്കും. അതിൻ്റെ പുറമെ നമ്മളോട് എന്ത് ചോദിക്കും, എക്സ് ഇത്രയാൽ വൈ എത്ര, വൈ ഇത്രയാൽ എക്സ് എത്ര എന്ന് ചോദിക്കും. അതേപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും ചോദിക്കും. അങ്ങനെ ചോദിക്കും. പിന്നെ വരുന്നത് എന്താണ്, എക്സ് ഡാറ്റയും വൈ ഡാറ്റയും ഒന്നും തരാണ്ട് നേരിട്ട് എല്ലാ സാധനവും തന്നിട്ട് ചിലപ്പോൾ അത് ചോദിക്കും. അല്ലാണ്ട് ചില കേസിൽ പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളോട് ഇതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും, അതായത് സിഗ്മ തരും, അതേപോലെ കോറിലേഷൻ തരും, എക്സ് ബാറും വൈ ബാറും തരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാണാം, തൊട്ട് മുന്നേ പറഞ്ഞു കേട്ടോ. അതാണ് അരിത്തമെറ്റിക് മീനൊക്കെ പ്രകാരമുള്ളത്. ഇനി ഈ തിയറി ക്വസ്റ്റ്യൻ ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച തിയറി പാട്ടെല്ലാം ചേർത്തിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എഴുതി, എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ എഴുതുക, ബി എക്സ് വൈൻ്റെ ഇക്വേഷൻ എഴുതുക, ബി വൈ എക്സിൻ്റെ ഇക്വേഷൻ എഴുതുക, വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ ഓരോന്ന് കാണിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആ പുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ തന്നിട്ടില്ല, അത് എഴുതി കൊടുക്കുക. അങ്ങനെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കുത്തി നിറച്ചുകൊണ്ടുള്ള അതാണ് നമുക്ക് ശരിക്കും പ്രോപ്പർട്ടീസ്. നല്ലോണം വായിച്ച് നോക്കി നിങ്ങൾക്ക് വ്യക്തമാവും കേട്ടോ. നമ്മൾ തുടക്കം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അതിലുള്ളത് ഒരു ഭാഗമാണ് റിഗ്രഷനും കോറിലേഷനും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മുടെ കൊടുത്തുള്ള ക്ലാരിറ്റി ഒരു റിഗ്രഷൻ എഴുതാൻ വിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നോക്കിയേ, കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റഡീസ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി ദി നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. ഏത് തരത്തിലുള്ള ബന്ധമാണ്, എത്ര ആഴമുണ്ടെന്നാണ് നമ്മൾ കോറിലേഷൻ എങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധമാണെന്നാണ് റിഗ്രഷൻ്റെ. ദെൻ കോറിലേഷൻ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ. കോറിലേഷൻ ഒരിക്കലും പ്രഡിക്ഷൻ യൂസ് ചെയ്യൂല, പക്ഷേ റിഗ്രഷൻ എന്തിനാണ് യൂസ് ചെയ്യുക, യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ പർപ്പസ്. പിന്നെ കോറിലേഷൻ ഈസ് ബേസിക്കലി യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ ഡിറ്റർമിൻ ഡിഗ്രി അളവ് റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി അളവ് കണ്ടെത്താനുള്ള ഒരു ടൂളാണ്. എന്നാൽ ഇവിടെ റിഗ്രഷൻ ആണെങ്കിലോ, ഇവിടെ സ്റ്റഡിങ് ദി കോസ് ആൻഡ് എഫക്റ്റ്. എന്തുകൊണ്ട് ഇവർ തമ്മിൽ ഇത്ര റിലേഷനായി, അവർ തമ്മിൽ റിലേഷൻ്റെ നേച്ചർ ഇങ്ങനെ ആയി എന്നത് അതിൻ്റെ കാരണം കണ്ടെത്താനുള്ള ഒരു സ്റ്റഡിയാണിത് റിഗ്രഷൻ. ദെൻ കോറിലേഷൻ പറയുന്നത് ദർ മേ ബി എ നോൺ സെൻസ് കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. അവിടെ കോറിലേഷൻസ് തമ്മിലുള്ളൊരു എന്തുണ്ടായിരിക്കും, നോൺ സെൻസ് ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള നോൺ സെൻസ് ഒന്നും ഉണ്ടായില്ല കോറിലേഷൻ. അവിടെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റും തമ്മിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും എവിടെ വരുന്നില്ല, കോറിലേഷനിൽ. പക്ഷേ റിഗ്രഷനിൽ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ഒക്കെ, അതായത് നോണും അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ഉള്ളതാണ് ഏത്, റിഗ്രഷൻ്റെ ഭാഗം പറയണത്. അപ്പോൾ ഇനിയും വ്യക്തമായിട്ടുള്ള നിങ്ങൾക്ക് കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത്യാവശ്യം